നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണ് ഇടം ലഭിക്കുമോ എന്നാണ് ആരാധകർ മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഏകദിനത്തിൽ 50-ന് മുകളിൽ ബാറ്റിംഗ് ശരാശരിയുള്ള അദ്ദേഹം അവസരം ലഭിക്കുമ്പോഴുമെല്ലാം മികച്ച പ്രകടനവും നന്നായി കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് ഇടം ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ്. KL രാഹുലിനെ ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായ രീതിയിൽ കളിപ്പിക്കുകയെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. പല ദേശീയ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറുടെ റോളിൽ സഞ്ജുവും ഋഷഭ് പന്തുമാണ് മത്സരരംഗത്തുള്ളത് എന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ രോഹിത് നായകനായി തുടരുന്നിടത്തോളം കാലം സഞ്ജുവിന് ടീമിൽ സ്ഥിരസ്ഥാനം ലഭിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് യാഥാർത്ഥ്യം. ഋഷഭ്, രാഹുല്, ശുഭ്മാൻ ഗിൽ എന്നിവരെല്ലാം കഴിഞ്ഞ് മാത്രമേ രോഹിത്തിന്റെ വിഷ് ലിസ്റ്റിൽ സഞ്ജു ഉൾപ്പെടുകയും ചെയ്യുന്നുള്ളൂ. ഇന്ത്യൻ കുപ്പായത്തിൽ ഒരുപാട് തവണ പുറത്തായാലും രോഹിത് ശർമ്മയുടെയും ടീം മാനേജ്മെന്റിന്റെയും എല്ലാം ഭാഗത്ത് നിന്ന് എല്ലായ്പ്പോഴും പിന്തുണ ലഭിക്കാറുള്ളവരാണ് ഋഷഭ് പന്ത്, ശുഭ്മാൻ ഗിൽ, KL രാഹുൽ എന്നിവരെല്ലാം. ഇവർ എത്ര ഫ്ലോപ്പ് ആണെങ്കിലും രോഹിത്തിന്റെ പിന്തുണ കാരണം അവസരം വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കും. പക്ഷെ സഞ്ജു സാംസനെ പോലെയുള്ള ചിലർക്ക് ഇത് ലഭിക്കാറുമില്ല. രണ്ടോ മൂന്നോ കളിയിൽ നിറമങ്ങിയാൽ സഞ്ജുവിനെ ടീമിൽ നിന്നും പലതവണ പുറത്താക്കിയത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോഴെല്ലാം ടീമിനെ നയിച്ചത് രോഹിതുമായിരുന്നു. സഞ്ജുവിനെ പിന്തുണയ്ക്കാതെ ഗില്ല്, ഋഷഭ് പന്ത്, രാഹുൽ എന്നിവരെല്ലാം അദ്ദേഹം എല്ലായ്പ്പോഴും താങ്ങി നിർത്തുന്നതാണെന്നും പറയപ്പെടുന്നുണ്ട്. കോൺസ്റ്റോൺ എന്ന സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് കമ്പനിയാണ് ഇതിന് പിന്നിൽ എന്നതാണ് പരസ്യമായ രഹസ്യം. ഈ കമ്പനിയുടെ സഹ ഉടമകളിൽ ഒരാളാണ് രോഹിത്തിന്റെ ഭാര്യ ഋതിക സജ്ജെ. കായിക താരങ്ങളുടെയും സിനിമാ സെലിബ്രിറ്റികളുടെയും ഒക്കെ കരിയറിനെ സഹായിക്കുകയും പരസ്യ ബ്രാൻഡുകളെയും എല്ലാം കരാറുണ്ടാക്കാൻ ഇവർക്ക് ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന കമ്പനിയാണിത്. 2008-ൽ ഋതികയുടെ ബന്ധു കൂടിയായ ബണ്ടി സഞ്ജയാണ് ഈ ഒരു കമ്പനി രൂപീകരിച്ചത്. ഈ സമയത്തും ആഡ് ഷൂട്ടുകളിലൂടെ എല്ലാം ചുമതല വഹിച്ചതും ഋതികയായിരുന്നു. ഇവിടെ ഒരു ആഡ് ഷൂട്ടുമായി ബന്ധപ്പെട്ട എത്തിയപ്പോഴാണ് രോഹിത്തും ഋതികയും സൗഹൃദത്തിലാവുകയും പിന്നീട് ഇത് പ്രണയത്തിലും വിവാഹത്തിലുമെല്ലാം കലാശിക്കുകയും ചെയ്തത്. നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ടുള്ള ചില താരങ്ങളുമായി കോർണർ സ്റ്റോൺ കമ്പനിക്ക് കരാറുണ്ട്. ഇതിൽ ഉൾപ്പെടുന്നവരാണ് ഋഷഭ് പന്ത്, ശുഭ്മൻ ഗിൽ, KL രാഹുൽ തുടങ്ങിയ താരങ്ങൾ. ഈ കാരണത്താൽ തന്നെ രോഹിത് എല്ലായ്പ്പോഴും ഇവരെ കൂടുതലായി പിന്തുണയ്ക്കുകയും ടീമിൽ തുടരാൻ സഹായിക്കുകയും ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ സഞ്ജുവിന് ഈ ഒരു കമ്പനിയുമായി കരാറുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ രോഹിത്തിന് വേണ്ടപ്പെട്ടവരുടെ ലിസ്റ്റിലും അദ്ദേഹം ഇല്ല എന്നാണ് അറിയുന്നത്. ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ രോഹിത് ശർമ്മ ക്യാപ്റ്റനാകുമെന്ന് ഉറപ്പായതിനാൽ തന്നെ സഞ്ജുവിന് അവസരം ലഭിക്കാനുള്ള സാധ്യതയും തീരെ കുറവാണെന്ന് തന്നെ പറയാം.